ഈ ജാസിന്റെ കേസിന്റെ പറഞ്ഞ കേട്ടാ, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് കൊളാബ്, അപ്പോൾ അവരത്ര 5-6 റീലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ ആയിട്ട്. ഈ പോലീസ് യൂണിഫോമിൽ ഇനിയുണ്ട് കുറേ സാധനങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. ഞാനിത് ഇട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ആദ്യമായിട്ട് ഇത്രയും വെട്ട് വെക്കുന്നത്, ഇട്ടിട്ട് ഓൺ ദ സ്പോട്ട് മരണത്തെറി. ഞാൻ എന്നെ ഷോക്കായി പോയി, കാരണം ഇങ്ങനെ തെറി വിളിക്കുന്ന ആദ്യമായിട്ടാ. തൻസീർ എനിക്ക് വേറെ പണിയില്ല, ഞാനിങ്ങനെ അപ്പടി ഞാൻ കമന്റ് ഡിസേബിൾ ആക്കി, കമന്റ് ബോക്സ് ഓഫാക്കി ഇട്ടാൻ പാടും ജാസിന്റെ ബോഡി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എന്താ വിചാരിച്ചറിയുവാ, ഇവർ ഇത്രയും വെട്ട് കണ്ടാലോ വെറുതെ എൻ്റെ പേജിലും കൂടി കൊളാ പെട്ടിരുന്നു. ജാസ് പറഞ്ഞു വേഗം കമന്റ് ഓണാക്കി, നെഗറ്റീവ് വന്നാലേ വർക്കിറ്റാവൂ ജാസ് വിളിച്ചിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചില്ല, അപ്പൊ ഞാൻ എനിക്കപ്പോ ഹേർട്ട്, എന്ത് കേട്ട്, ഞാൻ കമന്റും കൂടി വായിക്കലൊന്നുമില്ല, ആരൊക്കെ ഓൾറെഡി ചെയ്തല്ലേ. അപ്പൊ നമ്മളതേ മെന്റാലിറ്റിനെ അവർ ചിന്തിക്കുന്നതും. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്ത് കമന്റ് ഡിസേബിൾ ഓണാക്കി, തെറി വിളിക്കുന്ന ആളെല്ലാം ഞാൻ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാ സംഭവങ്ങളിലും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു, ഇത് ഒരേ ടീംസിന് PR വർക്ക് പോലെയാണ്, മൊത്തം കമൻറ്റ് വരുന്ന എല്ലാവരും സെയിമാണ്. അവരുടെ ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ ഗൾഫിലും ഇതെല്ലാം വെറുതെ പണിയെല്ലാം എടുത്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവില്ല, അവർ ഫ്രസ്ട്രേഷൻ തീർക്കലാണ് ഈ കമൻറ്റ് അടിക്കൽ. അല്ല, ഈ കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കേണ്ടതും കൂടി ഇല്ലേ? അതായത് ജാസിയെ പോലെ ആഷിഫ് പോലുള്ള മനുഷ്യരും കൂടി നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ, നമ്മളോട് ചേർത്ത് നിർത്തണമല്ലോ. കറക്റ്റ്. അങ്ങനത്തെ ഒരു ചിന്ത പോയിട്ടുണ്ടായിരുന്നു അവൻ. പിന്നെ ഉറപ്പല്ലേ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയണ്ടേ, അതിൽ തന്നെ ഒരു ക്യാരക്ടർ ചെയ്ത മെഹനാസ്, ഒരു അതിൽ ഭയങ്കര കമൻറ്റുകൾ, ഭയങ്കര ഞാൻ എന്താ വെള്ളപൂശി എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റ് വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഈ മെഹനാസ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ ഈ വർക്കിൻ്റെ കുഞ്ഞുവാട കല്യാണം എന്ന് പറഞ്ഞ വർക്കിൻ്റെ അടുത്ത് തുടക്കം മുതലേ ഇല്ല ആളാണ്. ഓക്കെ. അപ്പോൾ ഈ ജനങ്ങൾ ചിലപ്പോൾ ഈ ഒരു വർക്കായിരിക്കും ചിലപ്പം പെട്ടെന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനിത് വെള്ളപൂശിയാണ്. സംഭവം വെള്ളപൂശിയതല്ല, ഞാൻ ഓൾറെഡി ഒരു കഥ എഴുതുന്ന പോലെ, അല്ലെങ്കിൽ ഓനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്നല്ല. ഓനൊരു ആർട്ടിസ്റ്റാണ്, മെഹനാസ് ഒരു ആർട്ടിസ്റ്റാണ്. അവർ റിയൽ ലൈഫിൽ എന്തോ സംഭവം ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് ആരെയും, ഇപ്പൊ ജാസിന്റെ ആയിക്കോട്ടെ, റിയൽ ലൈഫാണ് നിങ്ങൾ ആ പോലീസിന്റെ അടുത്ത് കണ്ടത്. അല്ല, ഒരിക്കലും